നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധമാണ് ആന്റിബയോട്ടിക് മെഡിസിൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളെ നശിപ്പിച്ചു കളയാൻ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഔഷധമാണ് ആന്റിബയോട്ടിക്. അപ്പൊ ആ മെഡിസിൻ ഉപയോഗിച്ചാൽ ഈ രോഗമുണ്ടാക്കി നമ്മളെ തകർത്ത് കളയാൻ ഇടയുള്ള സൂക്ഷ്മാണുക്കളെ നിർവീര്യമാക്കി കളയും. അതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തെ സംരക്ഷിച്ച് നിലനിർത്തുവാൻ ദൈവത്തിന്റെ വചനവും യേശുവിന്റെ രക്തവും പരിശുദ്ധാത്മാവും ആന്റിബയോട്ടിക്കായി നമ്മൾ ഉപയോഗിക്കണം. അത് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തില് അന്ത്യത്തോളം ഉപയോഗിച്ചിരുന്നാൽ നമ്മൾ നിലനിന്ന് സുരക്ഷിതമായിരിക്കുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവസ്നേഹത്തിന്റെ മുമ്പിൽ എല്ലാ തടസ്സങ്ങളും വഴിമാറുകയാണ്. ഈ ലോകപ്രകാരം BC 333 പേർഷ്യ എന്ന് പറയുന്ന രാജ്യം മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി കീഴടക്കി. തന്റെ യുദ്ധത്തിൽ താൻ രാജാക്കന്മാരെ കൊല്ലുക എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. യുദ്ധം ചെയ്ത് അവരെ കീഴ്പ്പെടുത്തുക എന്നതാണ്. എന്നാൽ പേർഷ്യ കീഴടക്കിയെന്ന് അന്നത്തെ പേർഷ്യൻ രാജാവായ ദാരിയവേസ് അറിഞ്ഞ് ദാരിയവേസിനെ അലക്സാണ്ടർ കൊന്നുകളയുമോ എന്നുള്ള ഭയത്തിൽ ദാരിയവേസ് രാജാവിന്റെ ഭാര്യയും മക്കളും യുദ്ധകളത്തിലേക്ക് എല്ലാം മറന്നുകൊണ്ട് ഓടി മഹാനായ അലക്സാണ്ടറുടെ അടുക്കൽ വന്ന് അവന്റെ കാൽക്കൽ വീണ്. അലക്സാണ്ടർ ചക്രവർത്തി ആ മാതാവിന്റെയും മക്കളുടെയും ആ കരുണ നിറഞ്ഞ സ്നേഹത്തിന്റെ മുന്നിൽ രാജ്യം തിരിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ച് ദാരിയവേസിനെ വിട്ടേച്ച് അവിടെ നിന്ന് താൻ മറുവഴിയായിട്ട് പോകുന്നതായിട്ടാണ് ചരിത്രം കാണുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവസ്നേഹം എപ്പോഴും ശത്രുവിനെ സംഹരിക്കാതെ രക്ഷിച്ച് നല്ലൊരവസ്ഥയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാകിയാൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ ആ വലിയ സ്നേഹം കൊണ്ടാണ് നമ്മൾ നശിക്കാതെ ഇങ്ങനെ ആയിരിക്കുന്നതെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് വെക്കാൻ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ദൈവവചന ചിന്തയിലേക്ക് കടന്നു പോവുകയാണ്. ദ നേച്ചർ ഓഫ് ഗോഡ്സ് ലവ്, ദൈവ സ്നേഹത്തിന്റെ സ്വാഭാവികത എന്താണ് എന്ന് നോക്കിയാൽ ദൈവ സ്നേഹത്തിന് അതിൻ്റെതായ ഒരു സ്വതസിദ്ധമായ ശൈലിയുണ്ട്. അത് മാനുഷികമായ സ്നേഹത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്ന് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇങ്ങനെയാണ് ബൈബിളിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഗോഡ്സ് ലവ് ഈസ് എലക്ഷൻ ലവ്. ദൈവ സ്നേഹം എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കുന്ന സ്നേഹമാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, കർത്താവായ യേശുവിന്റെ ആ ദിവ്യ സ്നേഹമാണ് നമ്മളെ നഷ്ടത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുവാൻ ഇടയായത്. നമ്മളെ എന്നേക്കുമായി ഇല്ലാതെയായി തീരേണ്ട അവസ്ഥയിൽ നിന്ന് തെരഞ്ഞെടുത്തത്. ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത ഏതാണ്? മാനുഷിക സ്നേഹം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഗുണമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കും, എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും, എന്തെങ്കിലും പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. എന്നാൽ നശിക്കുന്ന ഒന്നിനെ ഉദ്ധരിക്കുന്ന മാനുഷിക സ്നേഹം വളരെ അപൂർവമായിട്ട് മാത്രമേ മനുഷ്യരിൽ കാണുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്. ദാരിയവേസിനെ ജീവനോടെ വിടുവാനും തന്റെ രാജ്യം തിരിച്ചു കൊടുക്കുവാനും മഹാനായ അലക്സാണ്ടറെ പ്രേരിപ്പിച്ചത് തനിക്ക് ദാരിയവേസിന്റെ ഭാര്യയുടെയും മക്കളുടെയും ആ സ്നേഹ കണ്ണുനീരിന്റെ മുൻപിൽ താനും അതിനോട് അനുകമ്പയുള്ളവരായി തീർന്നതുകൊണ്ടാണ്. വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ പരീക്ഷിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ നിലനിർത്തുവാൻ കർത്താവിന് ആഗ്രഹമുണ്ടായിരുന്നത് കൊണ്ടാണ് അവന്റെ സ്നേഹത്തിൽ നമ്മളെ തെരഞ്ഞെടുപ്പ് എന്ന ഒരു വലിയ കാര്യം ഉണ്ടായിരുന്നത്. നമ്മളെ തെരഞ്ഞെടുക്കാതെ ഇരുന്നു എങ്കിൽ
കർത്താവായ യേശുവിന് നമ്മളോട് സ്നേഹമുണ്ടെന്ന് നമ്മൾ എങ്ങനെ അറിയും? അങ്ങനെ അറിവില്ലാതിരുന്ന ഒരു വിഷയത്തിൽ നമുക്കൊരു ആന്തരിക അറിവുണ്ടാകുവാൻ കർത്താവായ യേശു തന്റെ സ്നേഹത്താൽ നമ്മളെ തെരഞ്ഞെടുത്തു. പഴയ നിയമത്തിൽ ഹോശിയ എന്ന പ്രവചന പുസ്തകം അതിന്റെ 11-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രൈമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു. മത്സര്യമുള്ള ദൈവമക്കളെ, ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രൈമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു. ഇതാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ സ്നേഹം. പ്രവാസത്തിൽ പോയ ഇസ്രായേൽ ജനത്തെ അവിടുന്ന് വിളിച്ചത് കർത്താവിന്റെ സ്നേഹത്തിന്റെ ഔന്നത്യമാണ്. അത് ഏറ്റവും ചെറിയ അവസ്ഥയിൽ തുടങ്ങിയാൽ അത് ഏറ്റവും വലിയ അവസ്ഥയിൽ പോയി അവസാനിക്കാത്ത ഒന്നാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. ദൈവസ്നേഹത്തിന്റെ ഒന്നാമത്തെ സ്വാഭാവിക അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുക്കുന്ന സ്നേഹമാണ്. നമ്മൾ തെരഞ്ഞെടുക്കുന്ന കർത്താവാണ്. അല്ലെങ്കിൽ നാം ഈ അവസ്ഥയിൽ ആഴത്തിലായിരുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ God's love is covenant love. ഉടമ്പടി അധിഷ്ഠിതമായ, ഉടമ്പടിയിൽ നിലനിൽക്കുന്ന, അതുമായി പൂരകമായ ഒരു സ്നേഹമാണ്. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മളോട് ചെയ്ത ഉടമ്പടി എന്താണ്? ആ ഹോശിയ പ്രവചനം 11-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ എഫ്രൈമിനെ നടക്കുവാൻ ശീലിപ്പിച്ചു. ഇതാണ് ഉടമ്പടി. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ വീട്ടിലുള്ള ഒരു മുതിർന്ന പെൺകുട്ടിയോ ആൺകുട്ടിയോ കൈ പിടിച്ചുകൊണ്ട് പോകാവുന്ന അവസ്ഥയിലുള്ള അവരുടെ ഇളയ കുട്ടികളെയും കൊണ്ട് വീട്ടിൽ നിന്ന് പോവുകയാണ്. ഇതാ ആ കുട്ടികളുടെ മാതാപിതാക്കൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവര് പറയും, നിങ്ങൾ പറയാറുണ്ടോ എന്നെനിക്കറിയത്തില്ല, കുഞ്ഞിനെ സൂക്ഷിച്ചോണം, കുഞ്ഞിന്റെ കൈ വിടരുത്, അല്ലേ? കാരണം കൈ പിടിച്ചാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഈ കുഞ്ഞിന്റെ കൈ പിടിച്ച് വീട്ടിൽ നിന്നോ മുതിർന്നവർ ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ ആ കുഞ്ഞിന്റെ കയ്യിൽ ഉള്ള പിടുത്തം കണ്ടുകൊണ്ടാകാം മാതാപിതാക്കൾ പറയുന്നത്, കുഞ്ഞിനെ സൂക്ഷിച്ചോണം, അതിന്റെ കയ്യിൽ നിന്ന് പിടി വിടരുത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, കയ്യിൽ നിന്ന് പിടിവിട്ടുപോയ പല കുഞ്ഞുങ്ങളും വാഹനങ്ങളുടെ അടിയിൽപ്പെട്ട സംഭവങ്ങൾ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ കേൾക്കുകയാണ്. അപ്പനോടുകൂടെ ഗേറ്റ് തുറക്കാൻ പോയ കുഞ്ഞ് ആ കുഞ്ഞിന്റെ മുകളിലേക്ക് വീണ് മരിക്കുന്നത് പോലും നമ്മൾ നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവസ്നേഹം ഉടമ്പടിയിൽ അധിഷ്ഠിതമാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ ഒരു തീരുമാനമാണ്. ഒരു കുഞ്ഞിനെ കൈവിടാതെ, നഷ്ടപ്പെട്ടു പോകാതെ മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് പറഞ്ഞ് മുതിർന്ന ആളുകളുടെ പക്കൽ മാതാപിതാക്കൾ സുരക്ഷിതത്വം ഉറപ്പാക്കി വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നത് പോലെ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ തിരിച്ച് വീട്ടിൽ കൊണ്ടെത്തിക്കണം. ഉത്തരവാദിത്വം വലുതാണ്, അല്ലേ? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് തിരഞ്ഞെടുക്കുന്ന സ്നേഹമാണ് ഒന്നാമത് ദൈവത്തിന്റെ സ്നേഹം. ഈജിപ്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തത് ദൈവത്തിന്റെ ആ സ്നേഹമാണ്. രണ്ടാമത് ആ സ്നേഹം ഉടമ്പടിയിൽ അധിഷ്ഠിതമായ ദൈവസ്നേഹമാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അതിനകത്ത് ഒരു നിബന്ധനയുണ്ട്, ഒരു നിർദ്ദേശമുണ്ട്. അത് ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. മൂന്നാമത്, ഗോഡ്സ് ലവ് ഈസ് അൺകണ്ടീഷണൽ ലവ്. നിർബന്ധിത സ്നേഹമല്ല.
പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ബലാത്കാര സ്നേഹമല്ല, കടുപ്പമേറിയ സ്നേഹമല്ല, പിന്നെയോ ലാളിത്യപൂർണമായ സ്നേഹമാണ്, ലളിതമായ സ്നേഹമാണ്, ലോലമായ സ്നേഹമാണ്, നിരപ്പായ സ്നേഹമാണ്, മിനുസമാർന്ന സ്നേഹമാണ്. നിർബന്ധിക്കത്തില്ല. നമ്മൾ എപ്പോഴും ഓർക്കണം, ദൈവസ്നേഹത്തിന് ഒരു അൺകണ്ടീഷണൽ അവസ്ഥ, ഒരു പ്രേരിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകത്തില്ല. അങ്ങനെ പ്രേരിപ്പിച്ചാൽ, നിർബന്ധിച്ചാൽ, കർശനമാക്കിയാൽ പലപ്പോഴും അതിന് നിലനിൽപ്പ് ഉണ്ടാകത്തില്ല എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. 14-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഹോശേയ പ്രവചനം, ഞാൻ അവരുടെ പിന്മാറ്റത്തെ സൗഖ്യമാക്കും. കണ്ടോ? അതുകൊണ്ടാണ് അവിടെ പറയുന്നത് അൺകണ്ടീഷണൽ ലവ്. സമ്മർദ്ദമില്ല, നിർബന്ധമില്ല, ആധികാരികതയില്ല, അവകാശമൊന്നുമില്ല. ദൈവത്തിന് പറയാനുള്ളത്, ഞാൻ അവരുടെ പിന്മാറ്റത്തെ സൗഖ്യമാക്കും, എന്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കുകയാൽ ഞാൻ അവനെ അളവറ്റ് സ്നേഹിക്കും. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അളവറ്റതാണ്. കാരണം നിർബന്ധമില്ലാത്ത ഒന്നുകൊണ്ടായി ഇവിടെ നമ്മൾ കാണുന്നത് അളവറ്റ സ്നേഹം. ആ വാക്ക് ഒരിക്കൽ കൂടി വായിച്ചാൽ തരില്ല. ഞാൻ അവരുടെ പിന്മാറ്റത്തെ സൗഖ്യമാക്കും, എന്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കാൻ ഞാൻ അവനെ അളവറ്റ് സ്നേഹിക്കും. ദൈവകോപം നമ്മുടെ മേലില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവത്തിന്റെ കോപം അവന്റെ മേലില്ല. ഒരു അവിശ്വാസിയുടെ മേലും ദൈവകോപമില്ല. ദൈവകോപം ഒരു അവിശ്വാസിയുടെ മേൽ ഉണ്ടാകുന്നത് അവസാന ന്യായവിധി സമയത്ത് മാത്രമാണ്. എന്നെ അറിയാത്തവരെ, എന്നെ അംഗീകരിക്കാത്തവരെ, എന്നെ മനസ്സിലാക്കാത്തവരെ, എന്നെ വിട്ടുപോകുവിൻ എന്ന് പറയുന്ന ഒരു വാക്ക് ദൈവത്തിന് പറയാൻ ആഗ്രഹമുണ്ടായിട്ടല്ല. നമുക്കറിയാം, മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ ചെമ്മരിയാടുകളെയും കോലാടുകളെയും ന്യായം വിധിക്കുമ്പോൾ തന്റെ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ അണികൾക്കുമായി ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ എന്ന് പറയുന്നത് ദൈവത്തിന് മനസ്സുണ്ടായിട്ട് പറയുകയല്ല, മറ്റൊരു മാർഗമില്ല. ആ സമയം ഒരു കണ്ടീഷണൽ ലവ് ആയിരുന്നെങ്കിൽ അങ്ങനെ പറയേണ്ടി വരത്തില്ല. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, ഒന്നാമത് തിരഞ്ഞെടുക്കുന്ന സ്നേഹമാണ് കർത്താവിന്റെ സ്നേഹം. രണ്ടാമത് ഉടമ്പടിയിൽ അധിഷ്ഠിതമായ സ്നേഹമാണ് കർത്താവിന്റെ സ്നേഹം. മൂന്നാമത് നിർബന്ധമല്ലാത്ത സ്നേഹമാണ്. അങ്ങനെയെങ്കിൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഗോഡ്സ് ലവ് ഈസ് സേവിംഗ് ലവ്. അത് രക്ഷിക്കുന്ന സ്നേഹമാണ്, സഹായിക്കുന്ന സ്നേഹമാണ്. പ്രിയ ദൈവമക്കളെ, നമുക്ക് ആവശ്യമുള്ള സഹായങ്ങൾ അതാണ് സമയങ്ങളിൽ തരുവാൻ കർത്താവിന്റെ സ്നേഹത്തിന് കഴിയും. അതുകൊണ്ടല്ലേ നമ്മുടെ കർത്താവ് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഓരോരുത്തർക്കും അറിയപ്പെട്ടത് അതാം സമയങ്ങളിൽ അവരെ കൊടുത്തുകൊണ്ടിരുന്നു. നമുക്കറിയാം, യോഹന്നാൻ 2 വരുമ്പോൾ, കാരണം അവരുടെ കല്യാണ വീട്ടിൽ അറിയിച്ച സ്നേഹം അവിടെ ദൈവം ചിലവാക്കി. അധികാരം കൊണ്ടല്ല യേശു ചെയ്തത്, കഴിവുകൊണ്ടല്ല യേശു ചെയ്തത്, ശക്തി കൊണ്ടല്ല യേശു ചെയ്തത്. യേശുവിന്റെ സ്നേഹം ക്ഷണിക്കപ്പെട്ട കാനാവിലെ കല്യാണ വീട്ടിൽ ധാരാളം ആവശ്യമായി വന്നത് ആ കുടുംബം ലജ്ജാകരമായ ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം മുന്നിൽ വന്നപ്പോഴാണ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് വരെ ചിന്തിച്ചതിന് വ്യത്യസ്തമായി നമ്മൾ ചിന്തിക്കണം. ആവശ്യം വന്ന സമയത്ത് യേശുവിന്റെ രക്ഷിക്കുന്ന, സഹായിക്കുന്ന, കരുതുന്ന, നൽകുന്ന, ദാനം ചെയ്യുന്ന, കൊടുക്കുന്ന സ്നേഹം ആ കല്യാണ വീട്ടിൽ ഉണ്ടായി. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആവശ്യം ആസന്നമായിരിക്കുമ്പോൾ രക്ഷിക്കുന്ന, സഹായിക്കുന്ന സ്നേഹം നമ്മളെ കടന്നു വരും, നമ്മുടെ അടുക്കലേക്ക് വരും. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, യുദ്ധമുണ്ടായി, പരാജയമുണ്ടായി, ശത്രു തന്റെ കയ്യിലാണ്, ശത്രുവിന്റെ രാജ്യം തന്റെ കയ്യിലാണ്. വേണമെങ്കിൽ
തന്റെ കയ്യിലിരിക്കുന്ന ആ ശത്രുവിനെ ഉന്മൂലനം ചെയ്ത് നശിപ്പിച്ച് ആ രാജ്യം മുദ്രയിട്ടിട്ട് തനിക്ക് പോകാം. പക്ഷേ സ്നേഹത്തിന്റെ ആഴത്തിന് മുൻപിൽ ഭാര്യയുടെയും മക്കളുടെയും ആ കരുണ ആഗ്രഹിച്ച നിമിഷത്തിൽ അത് ഏൽപ്പിച്ചു കൊടുത്ത് ഒന്നും ചെയ്യാത്തവനായി പോവുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ സാധാരണ ചരിത്രത്തിൽ വായിക്കുമ്പോൾ ശവപ്പെട്ടിയുടെ രണ്ട് സൈഡിൽ ദ്വാരമുണ്ടാക്കി കൈകൾ പുറത്തിട്ട് എന്റെ മൃതശരീരം വിലാപയാത്രയായി അലക്സാന്ദ്രിയ പട്ടണത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് അലക്സാണ്ടർ പറഞ്ഞുവെങ്കിൽ, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, എല്ലാം നേടിയവരൊന്നുമില്ലാത്തവരായി പോയി. അതൊരിക്കൽ മാത്രമല്ല, എന്നും അങ്ങനെയായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യ രാജ്യത്തിലേക്ക് വന്ന് പഞ്ചാബ് സിന്ധു പ്രവിശ്യ നിമിഷ നേരം കൊണ്ട് കീഴടക്കി പോറസ് എന്ന് പറയുന്ന രാജാവ് തന്നോട് ശരീരത്തോട് യുദ്ധം ചെയ്ത ആ തന്നിടം കണ്ടിട്ട് തന്നെ പരാജയപ്പെടുത്തിയെങ്കിലും നിന്നോട് ഒരു ദോഷവും ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പഞ്ചാബ് സിന്ധു പ്രവിശ്യ പോറസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ആ രാജാവിന് കൊടുത്തിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ സൈന്യ നിർബന്ധത്താൽ മടങ്ങിപ്പോകുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, സ്നേഹം എപ്പോഴും മുൻപന്തിയിൽ വെക്കണം. അവിടെ വലിപ്പമല്ല കാര്യം, ഔന്നത്യമല്ല കാര്യം, ശക്തിയല്ല കാര്യം, പ്രതാപമല്ല കാര്യം. എന്നാൽ വലിപ്പമാണെങ്കിൽ, ശക്തിയാണെങ്കിൽ, അധികാരമാണെങ്കിൽ, ബലമാണെങ്കിൽ, അഹങ്കാരമാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവായ യേശു എത്രയോ നല്ല പെരുമാറ്റത്തിലൂടെയാണ്, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, തന്നെ പിടിക്കാൻ വന്ന ഒരു റോമൻ പട്ടാളക്കാരന്റെ കാത് തന്റെ ശിഷ്യനായ പത്രോസ് വെട്ടിമാറ്റിയെങ്കിൽ ആ കാതെടുത്ത് വെച്ച് പിടിപ്പിച്ച് അവനെ പറഞ്ഞേക്കുകയാണ്. ഇതാണ് സ്നേഹത്തിന്റെ വലിപ്പം. അല്ലാതെ അവൻ കാതില്ലാത്തവരായി പോകട്ടെ എന്ന് കർത്താവ് വിചാരിച്ചില്ല, അല്ലേ? കാനാന്റെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിയപ്പോൾ അപമാനകരമായ അവസ്ഥയിൽ നിന്ന് അവരെ ഉദ്ധരിച്ചത് അവന്റെ മഹനീയമായ സ്നേഹമാണ്. 38 വർഷം 5-ാം അധ്യായത്തിൽ ബെഥെസ്ദാ കുളക്കരയിൽ കിടന്ന ആരോരുമില്ലാത്ത ആ തളർവാദ രോഗിയോട് എഴുന്നേറ്റ് കിടക്കി കൊണ്ട് പോകൂ എന്ന് പറഞ്ഞത് യേശുവിന്റെ സ്നേഹത്തിന്റെ ആ വലിപ്പമാണ്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, തിരഞ്ഞെടുക്കുന്ന സ്നേഹം, ഉടമ്പടിയിൽ അധിഷ്ഠിതമായ സ്നേഹം, നിർബന്ധപൂർവമല്ലാത്ത സ്നേഹം, രക്ഷിക്കുന്ന സ്നേഹം. കർത്താവിന്റെ സ്നേഹത്തിന് അങ്ങനെയുള്ള പ്രത്യേകതകളുണ്ട്. ആ സ്നേഹം ഏതു സമയത്ത് ഒരാളെ രക്ഷിക്കണമെങ്കിൽ രക്ഷിക്കാൻ പറ്റും, ഏതു സമയത്ത് ഒരാളെ താങ്ങണമെങ്കിൽ താങ്ങുവാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഹോശേയ പ്രവചനം 12-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഞാനും മിസ്രയീം ദേശം മുതൽ നിന്റെ ദൈവമായ യഹോവയാകുന്നു. ഇവിടെ പോലല്ല, അവിടെ പോലെ. അതാണ് പറഞ്ഞത് രക്ഷിക്കുന്ന സ്നേഹം. 430 വർഷം പ്രവാസികളായി കിടന്നുവെങ്കിൽ അവിടെ മുതലേ സ്നേഹമുണ്ട്. പ്രിയ ദൈവമകളെ, യേശുവിന്റെ സ്നേഹം അത്രയോ ദൈർഘ്യമേറിയതാണ്. കാരണം ഫറവോൻ തന്റെ അടിമകളായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ തന്റെ ഉടയവൻ സ്നേഹിക്കുന്ന സ്നേഹം 10 ബാധകളിലൂടെ കണ്ടറിഞ്ഞവനാണ് ഫറവോൻ. ഈജിപ്തിലാണ് ഇസ്രായേൽ ജനം. എന്നാൽ ദൈവത്തിന്റെ അവരോടുള്ള സ്നേഹത്തിന് ദൂരപരിധിയില്ല. ആ സ്നേഹത്തെ ഒന്നിനു പുറകെ ഒന്നായി ഫറവോൻ അറിഞ്ഞതാണ്. ആ സ്നേഹം കൊണ്ടാണ് ഓരോ ബാധകളും അവിടേക്ക് അയക്കുന്നത്. നമ്മളെ ഒരാൾ രക്ഷിക്കണം, സഹായിക്കണം എന്ന് ആഗ്രഹിച്ചാൽ ആ വ്യക്തി നാം തമ്മിലുള്ള ദൂരം അതിനൊരു തടസ്സമല്ല. പക്ഷേ ആ തടസ്സത്തെ മാറ്റുന്നത് ആ വ്യക്തിക്ക് നമ്മളോടുള്ള അനുകമ്പ നിറഞ്ഞ സ്നേഹം. ആമേൻ. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒന്നാമത് തിരഞ്ഞെടുക്കുന്ന സ്നേഹമാണ് യേശുവിന്റെ സ്നേഹം. രണ്ടാമത് ഉടമ്പടിയിൽ അധിഷ്ഠിതമായ സ്നേഹമാണ് യേശുവിന്റെ സ്നേഹം. മൂന്നാമത് നിർബന്ധിത സ്നേഹമല്ല യേശുവിന്റെ സ്നേഹം. നാലാമത് രക്ഷിക്കുന്ന സ്നേഹമാണ് യേശുവിന്റെ സ്നേഹം. 13-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് ഹോശേയാവിന്റെ പ്രവചനം വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഞാനോ മിസ്രയീം ദേശം മുതൽ നിന്റെ ദൈവമായ യഹോവയാകുന്നു.
എന്നെ അല്ലാതെ വേറൊരു ദൈവത്തെയും നീ അറിയുന്നില്ല. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഒരപ്പൻ തന്റെ മകനെ അറിയും മറ്റുള്ളവരെ അറിയുന്നതിനേക്കാൾ ഉപരി. ഒരു മകൻ തന്റെ അപ്പനെ അറിയും മറ്റുള്ള അപ്പന്മാരെ അറിയുന്നതിനേക്കാൾ തന്റെ സ്വന്തം അപ്പനെ. ഇതാ ബന്ധത്തിന്റെ ആഴമാണ്. ഇവിടെ പറയുകയാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കില്ല, നീയല്ലാതെ മറ്റൊരു മകനും എനിക്കില്ല. അതുകൊണ്ട് എന്റെ സ്നേഹം നിന്നെ രക്ഷിക്കുവാൻ ഇതാ തിടുക്കം കാണിക്കുന്ന ഒന്നാണ്. അങ്ങനെയെങ്കിൽ അഞ്ചാമത്, ഗോഡ്സ് ലവ് ഈസ് സഫറിംഗ് ലവ്. കഷ്ടത നിറയുന്ന ഒരു സ്നേഹമാണ് ദൈവസ്നേഹം എന്ന് കാണുവാൻ സാധിക്കുന്നു. പ്രവചനം 6-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എഫ്രൈമേ ഞാൻ നിനക്ക് എന്ത് ചെയ്യണം, യഹൂദേ ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്നേഹം പ്രഭാത മേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞ് പോലെയും ആകുന്നു. കണ്ടോ, നമുക്കറിയാം ഞാൻ നിനക്ക് എന്താണ് ചെയ്യേണ്ടത്. എന്റെ സ്നേഹം നിങ്ങളുടെ സ്നേഹം പോലെയല്ല. ഇനി അവരുടെ സ്നേഹത്തെ കുറിച്ച് നമ്മൾ കേട്ടണേ. നിങ്ങളുടെ സ്നേഹം പ്രഭാത മേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞ് പോലെയും. അത് അല്പമേ നിൽക്കൂ, അല്പായുസേ ആ സ്നേഹത്തിനുള്ളൂ. അത് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകും. എന്നാൽ എന്റെ സ്നേഹം അങ്ങനെയല്ല. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, നിത്യസ്നേഹത്താൽ അവൻ എന്നെയും സ്നേഹിച്ചു. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവപ്രവൃത്തിയുടെ ദൈവ സ്വഭാവത്തിന്റെ പ്രകടമാകുന്ന 5 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഒന്നാമത്, ദൈവസ്നേഹം തിരഞ്ഞെടുപ്പിൽ അധിഷ്ഠിതമാണ് എന്ന് നമ്മൾ കാണുന്നു. രണ്ടാമത്, ഉടമ്പടിയിൽ അധിഷ്ഠിതമാണ് എന്ന് നമ്മൾ കാണുന്നു. മൂന്നാമത്, നിർബന്ധിത സ്നേഹമല്ല എന്ന് കാണുന്നു. നാലാമത്, രക്ഷിക്കുന്ന സ്നേഹം എന്ന് കാണുന്നു. അഞ്ചാമത്, കഷ്ടത അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ദുരിതപൂർണമായ സ്നേഹമാണ്. അതുകൊണ്ടല്ലേ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, തന്റെ മരണത്തിന് മുൻപുള്ള ഒരാഴ്ച നമ്മൾ ചിന്തിച്ചാൽ മതി. ഇതിനെ പീഡാനുഭവത്തിന്റെ ആഴ്ച എന്ന് പറയും. ഫെബ്രുവരി അവസാനിക്കാൻ പോകുന്നു. ഏപ്രിൽ ആദ്യം, എനിക്ക് 4-ാം തീയതി 5-ാം തീയതിയാണ് ഈസ്റ്റർ. ആ ഈസ്റ്റർ ഞായറാഴ്ച പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആ ആഴ്ചയാണ് പെസഹ വരുന്നത്, ദുഃഖവെള്ളി വരുന്നത്, ദുഃഖ ശനി വരുന്നത്. ഇതെല്ലാം ഈ ഒരാഴ്ചക്കകത്താണ്. എന്നാൽ അതിന്റെ തൊട്ടു മുൻപ് യേശുവിനെ ഒന്നുമില്ലാത്തവനായി തള്ളിക്കളയുന്ന ഒരു അനുഭവം നമ്മൾ കാണുന്നു. അങ്ങനെ തള്ളിക്കളഞ്ഞ യേശു ഒരാഴ്ച വട്ടം അനുഭവിച്ച ആ കൊടിയ പീഡനങ്ങൾ നമ്മളെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിന്റെ വലിപ്പം കൊണ്ടാണ്. അങ്ങനെ സ്നേഹിക്കാൻ നമ്മൾക്ക് പ്രയാസമാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ നോയമ്പിലാണ്. ഞാൻ ചോദിച്ചു, ഒരു നേരമാണോ ഒരു ദിവസം ഫുള്ളാണോ? പുള്ളി പറഞ്ഞു 50 നോയമ്പാണ്. 50 ദിവസത്തെ നോയമ്പ് തുടങ്ങിയിരിക്കുകയാണ്. ഈ 50 ദിവസവും താൻ ആഹാരം കഴിക്കത്തില്ല എന്ന് പറഞ്ഞു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 50 ദിവസം ആഹാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി തന്റെ ശരീരത്തെ പക്വതമാർന്ന അവസ്ഥയിൽ ശരീരത്തെ മെരുക്കുകയാണ്. ഈ 50 ദിവസത്തെ നോയമ്പിൽ ആഹാരം ഈ ശരീരത്തിൽ നിന്ന് വർജിച്ചാൽ ഈ ശരീരത്തിന്റെ അഹന്ത നല്ലതുപോലെ പത്തിമടക്കും. ആഹാരം കഴിച്ച് കായിക ബലം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇല്ലാത്ത ചിന്തകൾ തോന്നുന്നത്. ഞാൻ അങ്ങനെ ചെയ്തുകളി, ഇങ്ങനെ ചെയ്തുകളി. ഈ ആഹാര പഥ്യം ഉണ്ടായ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കാണിക്കാൻ പോലും പ്രയാസം വരും. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ശരീരത്തെ ബലക്ഷയ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഈ ശരീരത്തിൽ ജ്വലിക്കുവാനുള്ള ഒരു അവസരം ഒരുക്കുന്നതാണ് ഈ നോയമ്പ്. നമ്മൾ ഉപവാസം എന്നൊക്കെ പറയും. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് ദൈവ സ്നേഹത്തെ നമ്മൾ ഈ നാളുകളിൽ, അതുകൊണ്ടാണ്
ഞാൻ ഈ ദിവസം ഇങ്ങനത്തെ ഒരു വിഷയം പ്രസന്റ് ചെയ്യാം എന്ന് ആഗ്രഹിച്ചത് കർത്താവായ യേശുവിന്റെ ആ വലിയ സ്നേഹത്തിന്റെ ആധിക്യം കാണുവാൻ കഴിയുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ള ഏതാനും ചില ദിവസങ്ങൾ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ ഏതാണ്ട് ഒരു 40 ദിവസങ്ങൾ നമ്മൾ ഈ നാളുകളിൽ നമ്മളെ തന്നെ ഒന്ന് ഒരുക്കിയാൽ, നമ്മളെ തന്നെ ഒന്ന് ക്രമീകരിച്ചാൽ, നമ്മളെ തന്നെ ഒന്ന് നിയന്ത്രിച്ചാൽ അത് നമ്മുടെ ആത്മീയ ശാരീരിക ജീവിതത്തിന് നല്ലതാണ്. തിരഞ്ഞെടുക്കുന്ന മിശിഹായുടെ സ്നേഹം, ഉടമ്പടി നിവർത്തീകരിക്കുന്ന മിശിഹായുടെ സ്നേഹം, നിർബന്ധിതമല്ലാത്ത കർത്താവായ മിശിഹായുടെ സ്നേഹം, രക്ഷിക്കുന്ന കർത്താവിന്റെ സ്നേഹം, കഷ്ടപ്പെടുന്ന കർത്താവിന്റെ സ്നേഹം. നല്ല സ്നേഹത്തിന് കഷ്ടപ്പാടുണ്ട് അല്ലേ? നല്ല സ്നേഹത്തിന് കഷ്ടപ്പാടുണ്ട്. പ്രിയ ദൈവമക്കള്, നമ്മൾ വളരെ നല്ലതുപോലെ അധ്വാനിച്ച് സമയം ചിലവിട്ട് ശരീരത്തിന് ക്ലേശം കൊടുത്ത് ഒരു വസ്തു നേടി ആ വസ്തു മറ്റൊരാൾ നമ്മളോട് ചോദിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ അധ്വാനവും കഷ്ടപ്പാടും ഇതെല്ലാം അവിടെ ഉപേക്ഷിക്കുകയാണ്. ഇതിനെയാണ് സഫറിംഗ് ലവ് എന്ന് പറയുന്നത്, കഷ്ടപ്പാട്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒത്തിരി പാടുപെട്ടില്ലെങ്കിലും അന്നത്തെ തന്റെ സൈന്യശക്തി, മാനസിക ദൃഢബലത്താൽ പേർഷ്യ നിമിഷ നേരം കൊണ്ട് കീഴടക്കുവാൻ തനിക്ക് കഴിഞ്ഞു. പോറസ് എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിലെ രാജാവിനെ നിസാരമായി കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞു. പക്ഷേ ആ കഷ്ടതകൾ മുഴുവനും, ആ അധ്വാനം മുഴുവനും മറന്നുകൊണ്ടാണ് രണ്ടുപേർക്കും തങ്ങളുടേതായ രാജ്യങ്ങൾ തിരിച്ചു കൊടുക്കുന്നത്. അധ്വാനം, ആ കഷ്ടപ്പാടെല്ലാം മറന്നുപോയി. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു നല്ല അനുകമ്പ ഈ നാളുകളിൽ നമുക്ക് ആവശ്യമാണ്. ഞാനപ്പോൾ ഓർക്കുന്നത് ദാരിയസിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അലക്സാണ്ടർ കാൽക്കൽ വന്ന് തന്റെ കാല് പിടിച്ച് കണ്ണുനീര് കൊണ്ട് തന്റെ കാല് നനയ്ക്കുന്ന ആ രംഗമാണ്. അവിടെ അലക്സാണ്ടർ നല്ല മനുഷ്യനാണ് പോകുന്നത്. സാധാരണ നല്ല മനുഷ്യനല്ലെങ്കിൽ ആ സ്പോട്ടിൽ അവരെ വെട്ടിക്കൊന്നുകൾ. അപ്പൊ അത് കണ്ടിട്ട് പിടിച്ചത് തിരിച്ചു കൊടുത്ത് നിങ്ങളുടെ ഉടമസ്ഥനായ ആ ദാരിവേശിനെ നിങ്ങൾ കൊണ്ടുപോയോ, സുരക്ഷിതമായി കൊണ്ടുപോകുമ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്. നമ്മുടെ യേശുവിനെ പോലെ നിസ്സാര പ്രായത്തിൽ ഈ ലോകത്തിൽ നിന്ന് മടങ്ങിപ്പോയവനാണ്. ഇന്നും തന്റെ ഓർമ്മ ഈജിപ്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമായ അലക്സാന്ദ്രിയ, അത് തന്റെ പേരിൽ ലോകത്തിൽ നിലനിൽക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈജിപ്തിൽ നിന്ന് നമ്മള് ഗാസ എന്ന് പറയുന്ന ഇപ്പോൾ യുദ്ധകലുഷിതമായ സ്ഥലത്തേക്ക് കടന്നു വരുന്നത്, ഈ അലക്സാന്ദ്രിയ പട്ടണത്തിൽ നിന്ന് കടന്നു വരുന്നത് ഗാസയിലേക്കാണ്. അതിന്റെ തൊട്ടുപുറത്തുള്ള പട്ടണം ചാമ്പലായി വെണ്ണീറായിരിക്കുമ്പോൾ ആ അലക്സാന്ദ്രിയ എന്ന് പറയുന്നത് ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടണമായി ഇന്നും നിലനിൽക്കുന്നു. ആ ഒരു പേര് മാത്രമേ തന്നെ ജീവിതത്തിലുള്ളൂ. ഒരുപക്ഷെ അങ്ങനെ ഇന്നും ആ പട്ടണം പേര് പെരുമയോടെ നിലനിൽക്കുന്നത് തന്റെ നല്ല പ്രവൃത്തി കൊണ്ടാണ്. തന്റെ ശവകുടീരവും അലക്സാന്ദ്രിയയിലാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഓർമ്മ ശേഷിക്കുമെങ്കിൽ അത് ദൈവസന്നിധിയിൽ ഭാഗ്യകരമായ അനുഭവമാണ്. അത് കർത്താവിന്റെ സന്നിധിയിലുള്ള നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ നിലനിൽപ്പാണ്. നമ്മുടെ ഈ ഭൂമിയിലെ ഒരു ഓർമ്മയായി സൂക്ഷിക്കപ്പെടുവാൻ കഴിയുന്നത്. അതിനായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. ഒരിക്കലും മറന്നുപോകരുത്, ദൈവസ്നേഹം തിരഞ്ഞെടുക്കുന്ന സ്നേഹമാണ്, ഉടമ്പടി സ്നേഹമാണ്, നിർബന്ധിതമല്ലാത്ത സ്നേഹമാണ്, രക്ഷിക്കുന്ന സ്നേഹമാണ്, കഷ്ടത നിറഞ്ഞ സ്നേഹമാണ്. ആ സ്നേഹം എന്റെ യേശുവിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് വേണ്ടി ഉണ്ടായെങ്കിൽ ഞാൻ അതിനോട് ഏതാണ്ട് പൊരുത്തപ്പെടുന്ന ഒരു സ്നേഹത്താൽ അവനെ സ്നേഹിച്ചു മുന്നോട്ട് പോവാൻ അവന്റെ കൃപയാൽ നമുക്കും ഇന്ന് പോയി കാലം അനുവാദം ഉണ്ടാകട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.